സ്വപ്നത്തേരിൽ നിന്നെ കാണാനെത്തുമ്പോൾ തെലുങ്കുല് പറയണം. തെലുങ്കുലൂല് പറയണം. To say good morning. Good morning. അമ്മേനെ വിളിക്കാൻ പോണ്ടേ? ഗുഡ് മോർണിംഗ്. ഹലോ, ഇന്നത്തെ ടു ഷോർട്സിൻ്റെ വ്ളോഗ് തുടങ്ങുന്നത് പേൾ സിറ്റി ഹൈദരാബാദിൽ നിന്നാണ്. അപ്പോൾ ടോ ഷോർട്സിൻ്റെ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. ചെറിയ കൺഫ്യൂഷൻ ഉണ്ടല്ലേ, ചന്ത അവിടെ നിന്നാണെന്ന് പറഞ്ഞു. രണ്ടും കറക്റ്റാണ്. ചന്ത അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു ഹൈദരാബാദിൽ നിന്ന്, നമ്മളിവിടുന്ന് എറണാകുളത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ രാവിലെ അച്ചൂസിനെ കൊണ്ട് ഞങ്ങൾ മമ്മേനെ കൂട്ടാൻ പോകുന്ന പരിപാടിയാണ്. പടപ്പ് ഞാനിവിടെ ഷൂട്ടിങ്ങിന് വന്നിരിക്കുകയാണ്. സോ ഇന്ന് ഷൂട്ട് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്, എൻ്റെ ചക്കര കുട്ടീസിൻ്റെ അടുത്ത്. ഫൈനൽ സ്ട്രെച്ച് ഓഫ് പാക്കിംഗ്. എൻ്റെ ഹാൻഡ് ബാഗേജ് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ വന്നപ്പോൾ തന്നെ ഒത്തിരി ലേറ്റായി. ഷൂട്ട് കഴിഞ്ഞ് വന്നപ്പോൾ ഒരു 12 ഒക്കെ ആയി റൂമിലെത്തിയപ്പോൾ തന്നെ. അപ്പോൾ ഞാൻ ഉടനെ തന്നെ ഒരു നല്ല കുളി പാസ്സാക്കിയിട്ട് പെട്ടെന്ന് അങ്ങ് കയറി കിടന്നു. ഒരു 2 മണിക്കൂറെങ്കിലും ഉറങ്ങാമെന്ന്. കാരണം എനിക്ക് 5:30 മണിക്കാണ് ഫ്ലൈറ്റ്, ആൻഡ് കണക്റ്റിംഗ് ഫ്ലൈറ്റാണ്. ചെന്നൈ ടു കൊച്ചിൻ ആണ്. സോ കുറച്ച് അധികം ടൈം ഇന്ന് ട്രാവലും കാര്യങ്ങളും ഉണ്ട്. സോ ഞാൻ ഇന്ന് പെട്ടെന്ന് രാവിലെ ഒന്ന് ഫേസ് വാഷൊക്കെ ചെയ്തിട്ട് അങ്ങനെ ഇറങ്ങാം എന്നുള്ള പ്ലാനിലാണ് ഞാനങ്ങനെ കിടന്നു. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്കൊരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്താം. കാരണം അത് എനിക്ക് ഇപ്പോൾ ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. കാരണം ഹൈദരാബാദ് ഭയങ്കര തണുപ്പാണ്. ഇപ്പോൾ സ്കിന്ന് വല്ലാണ്ട് ഡ്രൈ ആയി പോകുന്ന ഒരു കണ്ടീഷനാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ. അപ്പം അതിന് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഇറ്റ് ഈസ് നൺ അതർ ദാൻ അവർ ഫേവറേറ്റ് ബ്രാൻഡ് മമ്മ എർത്തിൻ്റെ അലോവേറ ഫേസ് വാഷ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം. മമ്മ എർത്തിൻ്റെ അലോ ജെന്റിൽ ഫേസ് വാഷാണ് എൻ്റെ ഭയങ്കര ഒരു സേവിയർ ആയിരുന്നത്. കാരണം ഇത് ഞാൻ ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് നേരത്തെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ ഒന്നും കൂടി സ്ട്രെസ് ചെയ്ത് ഓർമ്മപ്പെടുത്താൻ കാരണം ഇവിടെ വന്നപ്പോൾ ശരിക്കും എൻ്റെ സ്കിൻ ഡ്രൈ ആകാതെ രക്ഷിച്ചത് ഈ ഫേസ് വാഷാണ് മക്കളെ. കാരണം ഇതിലുള്ളത് അലോവേറ ആൻഡ് ഗ്ലിസറിൻ ആണ്. നമ്മുടെ സ്കിന്നിലുള്ള മോയ്സ്ചർ അങ്ങനെ ലോക്ക് ചെയ്ത് നമുക്ക് അത്രയും ഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള സ്കിന്നുണ്ട്. ശരിക്കും ഇത് വെച്ച് വാഷ് ചെയ്തിട്ട് ഞാൻ ഒരു സീറമോ ഒന്നും തന്നെ ഇടാതെ എനിക്ക് മേക്കപ്പ് ചെയ്തിട്ട് പോലും രാവിലെ തൊട്ട് നൈറ്റ് വരെ എനിക്ക് അങ്ങനെ ഫ്രഷ് ആയിട്ട് നിന്നു എന്നുള്ളതാണ് സത്യം. ആൻഡ് ദാറ്റ് ഈസ് വൈ ഞാൻ ഇത് ഒന്നും കൂടി നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. സോ ഇതിലുള്ള ഈ പ്രോഡക്ട്സ് കാരണം നമുക്ക് ഏത് സെൻസിറ്റീവ് സ്കിൻ ആണെങ്കിൽ പോലും ഏത് സ്കിൻ ടൈപ്പിനും ഇത് സേഫ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. സോ ട്രൈ ഇറ്റ് ഔട്ട്. മമ്മ എർത്തിൻ്റെ അലോ ജെന്റിൽ ഫേസ് വാഷ് നിങ്ങൾക്ക് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയാം. ഇറ്റ് ഈസ് അവൈലബിൾ ഓൺ ആമസോൺ, നൈക്ക ആൻഡ് ഫ്ലിപ്കാർട്ട്. ആൻഡ് മമ്മ എർത്തിൻ്റെ വെബ്സൈറ്റിലും ഇത് അവൈലബിൾ ആണ്. അതുമാത്രമല്ല മമ്മ എർത്തിൻ്റെ അടുത്തുള്ള സ്റ്റോഴ്സിലും നിങ്ങൾക്ക് പോയി ഇത് മേടിക്കാൻ പറ്റും. നിങ്ങൾ മമ്മ എർത്തിൻ്റെ ഒരു സ്റ്റോർ കാണുകയാണെങ്കിൽ പ്ലീസ് മെൻഷൻ ഇൻ ദ കമൻറ്റ് ബോക്സ്. നിങ്ങൾ മമ്മ എർത്തിൻ്റെ പ്രോഡക്റ്റ്സ് മേടിക്കുമ്പോൾ 20% ഡിസ്കൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ അവരുടെ ആപ്പ് അല്ലെങ്കിൽ വെബ്സൈറ്റിലൂടെ മേടിക്കുക. നമ്മളുടെ കൂപ്പൺ കോഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് മമ്മ എർത്തിൻ്റെ പ്ലാന്റ് ഗുഡ്നെസ് ഇനീഷ്യേറ്റീവിനെ കുറിച്ചും അറിയാം. നമ്മളുടെ ഓരോ ഓർഡറും അവർ വെബ്സൈറ്റിൽ ഒരു ട്രീ ആയിട്ട് ലിങ്ക് ചെയ്യും. ആൻഡ് 2025 1 മില്യൺ ട്രീസ് പ്ലാന്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഇനീഷ്യേറ്റീവിൻ്റെ എയിം. അപ്പോൾ ഇങ്ങനെ ഒരു നല്ല ഇനീഷ്യേറ്റീവിൻ്റെ ഭാഗവും നമുക്ക് ആവാൻ പറ്റും. ഓക്കെ, സോ ഡൺ. ഞാൻ പോയി വാഷ് ചെയ്തിട്ട് വരാം. ഓക്കെ, അപ്പോൾ എൻ്റെ ഡ്രൈവർ എത്തി. അപ്പോൾ ഞാൻ അങ്ങനെ പതുക്കെ ഇറങ്ങാം.
ഉടനെ തന്നെ ഞാൻ നിങ്ങളെ ടോഷേട്ടനും മോനും ഒക്കെ ആയിട്ട് ഞാൻ മീറ്റ് ചെയ്യാം. ഓക്കെ, സി യു, വിഷ് മീ ഗുഡ് ലക്ക്. അപ്പം ഞങ്ങൾ മമ്മേനെ വിളിക്കാൻ പോവാണ്. ഇതൊക്കെ അവന് അത്യാവശ്യത്തിനുള്ള പണിയായുധങ്ങളാണ്. പാല്, കുപ്പി, മലപ്പുറം കത്തി, അമ്പും വെല്ലും. മമ്മേനെ വിളിക്കാൻ പോവാ. കുക്കു. അപ്പൊ ഞങ്ങൾ ദേ പോവാണ്. അങ്ങനെ ഞങ്ങള് എയർപോർട്ടിലേക്ക് യാത്ര തിരിച്ചു. ഒരാളിവിടെ ബ്രേക്ക് ചവിട്ടി പിടിച്ചിട്ടുള്ളതുണ്ടോ? ഹലോ, അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗുഡ് മോർണിംഗ്. ഞങ്ങൾ എവിടേക്കാ പോണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? ഞങ്ങള് മമ്മാനെ കൂട്ടാൻ വേണ്ടി എവിടെ പോണേ? എയർപ്ലെയിൻ വരുന്ന സ്ഥലത്ത്. അപ്പൊ ഞങ്ങൾ പോയിട്ട് വരാം. കൂടെ ഉള്ളത് ഏട്ടനാണ്. അപ്പൊ ഏട്ടൻ വന്ന കാരണം ഇവനാണെങ്കിലേ മടിയിലിരിക്കാൻ എൻ്റെ ഇരിക്കുള്ളൂ, അല്ലെങ്കിൽ ചന്തുവിൻ്റെ ഇരിക്കുള്ളൂ. ബാക്കി അപ്പ ഏട്ടൻ്റെ കൂടെ കുറച്ച് നേരം ഇരിക്കും. അത് കഴിഞ്ഞ് കൊണ്ട് ചാടണം എന്ന് പറയും. അപ്പൊ ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല. ഹായ് പറഞ്ഞ ടീസേ, ഹാപ്പി പറഞ്ഞ ഹാപ്പി ഹാപ്പി. രാവിലെ ആയതുകൊണ്ട് ചെറിയൊരു ബ്ലോക്ക് ഉണ്ട്. ഇപ്പം ഒരു 9:20 ആകുമ്പോൾ ചന്തോടെ എത്താനായിട്ട്. ഓക്കെ, നോക്കാം നമുക്ക്. നിങ്ങൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ വെറുതെ ഒന്നും ട്രാവൽ ചെയ്യില്ല കേട്ടോ. പാട്ടൊക്കെ പാടിയിട്ട് ഞങ്ങൾ പോവുള്ളൂ. അച്ഛൻ പാട്ട് പാടാം. വെൺപ്രാവുകൾ ചേക്കേറുമീ ചുരങ്ങളിൽ വരങ്ങളാ കാറ്റോതിയോ പൂംതുമ്പികൾ വെൺകുമ്പിളിൽ പമ്മിയും പതുങ്ങിയും നക്ഷത്രങ്ങൾ തേടി നവരത്നങ്ങൾ തേടി സ്വപ്നത്തേരിൽ നിന്നെ കാണാനെത്തുമ്പോൾ ഓഹോ ഓഹോ കാണാനെത്തുമ്പോൾ എങ്ങോട്ടാണ് കാണാനെത്താൻ പോണേ? മമ്മാനേനോ മമ്മാനേനോ. എന്താ അത്ര സീരിയസ് ആയിട്ട് ആലോചിക്കണ? പാല് കുടിക്കാറായോ? അവനല്ലാതെ വേറെന്താ ആലോചിക്കാനുള്ളത്? അയ്യോ, തലയ്ക്ക് കൈ വെക്കണത് എന്തൊരു പാട്ടാന്ന്. ആലുവ പുഴയുടെ തീരത്ത് ആരോരുമില്ല നേരത്ത് തന്നനം തെന്നി തെന്നി. പിന്നെന്തായിരുന്നു ബാക്കി? മാർഗഴിക്കാറ്റ്. ആളുടെ കുറെ കാഴ്ചയൊക്കെ കണ്ടിട്ട് ഇപ്പൊ ഇങ്ങനെ കിടക്കുവാണേ. ഇവിടെ എനിക്ക് ശരിക്കും പറയാനുള്ളത്, ചന്തു ഇല്ലെങ്കിൽ 2-3 ദിവസമൊക്കെ എൻ്റെ കൂടെ നല്ല മോനായിട്ട് നിൽക്കും. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടതിലുള്ള ഡയലോഗ് ഞാൻ കടമെടുത്ത് പറയാണ്. അതായത് ഇവരിങ്ങനെ നമ്മുടെ മേലിൽ കിടന്നുറങ്ങുക, അല്ലെങ്കിൽ നമ്മുടെ കൂടെ കിടന്നുറങ്ങുക, നമ്മൾ കൊടുക്കുന്ന ഭക്ഷണം അവർ കഴിക്കുക എന്നുള്ളതൊക്കെ വളരെ പെട്ടെന്ന് കടന്നു പോകും. അവർ സ്വന്തമായിട്ട് കിടന്നുറങ്ങാൻ തുടങ്ങും, അവർ സ്വന്തമായിട്ട് നടക്കാൻ തുടങ്ങും, സ്വന്തമായിട്ട് ഭക്ഷണം കഴിക്കാൻ തുടങ്ങും. അപ്പോൾ വളരെ കുറച്ചൊരു സമയം ഇവരെ നമുക്ക് ഈ ഒരു ഇതിൽ കിട്ടുള്ളൂ. അത് നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യുക എന്നുള്ളതാണ്. അത് നമുക്ക് കിട്ടുന്ന ഭാഗ്യമാണ്. അപ്പം അങ്ങനെ ഇങ്ങനെ കിടക്കുമ്പോൾ എൻ്റെ ആ ഷുഗറിന് അറിയോ. അപ്പം അതുകൊണ്ട് തന്നെ ചന്തു ഇല്ലാത്ത സമയം ചിലപ്പോൾ ആൾക്കാർ അയ്യോ ഇപ്പോൾ എങ്ങനെ മോൻ നമ്മുടെ അടുത്ത് നിൽക്കുന്നുള്ളതിനെക്കാട്ടി എനിക്ക് ഇവിടെ ആണെങ്കിൽ അപ്പ അമ്മ ഹെൽപ്പിനുണ്ട്, ഇടയ്ക്ക് ഏട്ടൻ ഓടി വരും. പിന്നെ കുന്നംകുളത്തായാലും എൻ്റെ കൂടെ നിന്നോളൂ. അവിടെ മമ്മി ഡാഡി ചേച്ചി കുട്ടികൾ അനിയത്തി കുട്ടികളൊക്കെ ഉള്ളതാണ്. അവിടെ ആയാലും കളിച്ച്. അപ്പോൾ വീഡിയോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് കട്ടായിപ്പോയി. അതാണ് ഞാൻ വീണ്ടും ഇത് ചെയ്തത്. ആശാൻ നല്ല ഉറക്കമായി. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇവർ നമ്മളെ അടുത്ത് ഇങ്ങനെ നമ്മളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ചുറ്റും നടക്കുന്ന സമയം വളരെ കുറച്ചേ കിട്ടുള്ളൂ. അത് നമുക്ക് മാക്സിമം എൻജോയ് ചെയ്യാം. അപ്പോൾ ചെന്നൈ കൊച്ചി ഫ്ലൈറ്റിൽ ജയറാമേട്ടനും ഉണ്ടായിരുന്നു, നമ്മുടെ ഓസ്ലർ. സോ കുറച്ച് കുശലാന്വേഷണം നടത്തി ഒരു ഫോട്ടോയും പിടിച്ചു. അപ്പോൾ ചന്തു ഓൾറെഡി അവിടെ ലാൻഡ് ചെയ്തു. ഞങ്ങളിന്ന് ഇവിടെ ഓൾമോസ്റ്റ് എത്തി. തൊട്ടടുത്തുള്ളത് ചന്തു ഞങ്ങളെപ്പറ്റി ആലോചിക്കുമ്പോഴേക്കും ഞങ്ങളവിടെ എത്തും. അപ്പോൾ അങ്ങനെ ഞാൻ എത്തി, പക്ഷേ ഇവർ എത്തിയിട്ടില്ല. അവർക്ക് വേണ്ടി ജസ്റ്റ് വെയിറ്റിംഗ് ആണ്. കണ്ടു അത് ലച്ചുസേൻ്റെ മമ്മ.
ഇപ്പഴാണ്ട് ആരാ വന്നത്? അയ്യോ ഈ വിറക്കണത്. അമ്മ എത്തിയല്ലോ. ഉറങ്ങായിരുന്നേ, ഉറങ്ങായിരുന്നു ഞങ്ങള്. നിന്നെ പെട്ടെന്ന് കണ്ടപ്പോഴേ ഉറക്കത്തെ പറക്കുന്നു. അപ്പൊ ഞങ്ങളിനി ആളെ കൈമാറ്റി കേട്ടോ. അപ്പൊ ബാക്കി വിശേഷങ്ങൾ നമുക്ക് യാത്രയിൽ പറയാം. എന്തായാലും ചന്ത് ലാൻഡ് ചെയ്തു. ആളുകൾ ഉറങ്ങി കിട്ടിയ മുന്നോട്ട് കിട്ടും. എങ്ങനെയായിരുന്നു യാത്ര? ഓക്കെ, അപ്പൊ നമുക്ക് ബാക്കി വണ്ടിയിൽ. ഓക്കെ, ഹായ്. മമ്മയുടെ തോളത്ത് കയറിയ ആള്. ചന്തു നെറ്റിയില് കണ്ടോ അവന്റെ? വീഡിയോ കോൾ ചെയ്യുമ്പോഴേ കണ്ടു. ഇല്ലില്ല, അവന്റെ ഒരു ടോയ് വെച്ചിട്ട് ഇങ്ങനെ ആക്കിയതാ. അങ്ങനെ ഒരു കുട്ടി സ്ക്രാച്ച്. ഓ, ഇനി അവന് അമ്മ മതി. എവിടെ? എന്റെ മടിയിൽ എന്നിട്ട് എങ്ങനെ ഡാഡാന്ന് വിളിച്ചേ? ഡാഡാന്ന് വിളിച്ചേ? ഡാഡാ ഹാപ്പി ഹാപ്പി പറഞ്ഞേ. എങ്ങനെ ഹാപ്പി? സ്വെറ്ററൊക്കെ ഇട്ടു രാവിലെ. ഇന്ന് രാവിലെ പക്ഷെ ഇന്ന് കോൾഡ്. ഹലോ, അപ്പം നമ്മളങ്ങനെ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് എത്തി. ചന്തു ഒന്നും കഴിച്ചിട്ടില്ല, ഞാനും ഒന്നും കഴിച്ചിട്ടില്ല. പക്ഷെ എനിക്ക് പുട്ട പറഞ്ഞിട്ടുള്ളത്. അവൻ കുറച്ച് സമയം എടുക്കും. ചന്തു നെയ്റോസ്റ്റ് വന്നു. ഇവൻ രാവിലെ നല്ല അമ്മ ഉണ്ടാക്കി കൊടുത്ത നെയ്റോസ്റ്റ് രാവിലെ ശാപ്പിട്ടിരിക്കുക, പിന്നെ പാലൊക്കെ കുടിച്ചു. അപ്പോൾ ഈ വ്ളോഗ് ഇവിടെ ഇങ്ങനെ അവസാനിക്കുകയാണ്. ഞാൻ ഓർഡർ ചെയ്ത ചൂടൻ പുട്ട് വന്നു വിത്ത് സ്റ്റൂ. അപ്പോൾ ഏട്ടൻ ഞങ്ങളിവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് പെട്ടെന്ന് ഇറങ്ങി, എന്തോ ഒരു മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അടുത്തൊരു വ്ളോഗായിട്ട് വീണ്ടും കാണാം. കൂടുതൽ വേറൊരു കാര്യം പറയാൻ പറഞ്ഞു. നമ്മൾ കുറേ പറഞ്ഞു, നമ്മുടെ ചാനൽ കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ പിന്നെ ചന്തു. ഒരു മിനിറ്റ്, ഒരു കാര്യം പറയാം. ഇന്ന് എപ്പിസോഡ് കൺക്ലൂഡ് ചെയ്യുന്നത് ചന്തുവാണ്. അത് തെലുങ്കുല് പറയണം. തെലുങ്കുലൂല് വരിക പറയണം. അപ്പൊ മല്ലി മിമ്മല്ലി മീറ്റ് ചെയ്താം. ബൈ. അതാണ് ബൈ. അച്ചീസ് പറഞ്ഞു ബൈ. അച്ചീസ് എങ്ങനെ ബൈ പറഞ്ഞേ? ഇനി ഹാപ്പി പറഞ്ഞ ഹാപ്പി. അപ്പോൾ പറയുന്നില്ല, അടുത്ത എപ്പിസോഡ് പറയാം. ബൈ.